ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 6 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും തായ്ലൻഡും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ. കേരളത്തിൽ ആശാപ്രവർത്തകരുടെ വേതന പരിഷ്കരണം പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്ന് സംസ്ഥാന സർക്കാർ. നിർദ്ദേശം തള്ളി ആശാപ്രവർത്തകർ. ഇന്ത്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ പകരം തീരുവയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. ISL 2ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. നാളെ നടക്കുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ബിംസ്റ്റെക് നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ബിംസ്റ്റെക് കൂട്ടായ്മയിലുള്ളത്. തായ്ലൻഡ് സന്ദർശനം പൂർത്തിയാക്കി നാളെ ശ്രീലങ്കയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തും. വിവരസാങ്കേതിക വിദ്യ, കരകൌശല, കൈത്തറി മേഖലകൾ, സമുദ്ര സുരക്ഷ തുടങ്ങിയവയിലെ സഹകരണത്തിന് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ 6 കരാറുകളിൽ ഒപ്പുവച്ചു. ബാങ്കോക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകളെ തുടർന്നാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്ത്യ തായ്ലൻഡ് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. സ്വതന്ത്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് മേഖലയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും ഇന്ത്യ ആസിയാൻ ഐക്യത്തിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत की एक्ट ईस्ट पॉलिसी में थाईलैंड का विशेष स्थान है. आज हमने अपने संबंधों को स्ट्रेटेजिक पार्टनरशिप का रूप देने का निर्णय लिया है. सुरक्षा एजेंसियों के बीच स्ट्रेटेजिक डायलॉग स्थापित करने पर भी चर्चा की. हमारी एजेंसीज ह्यूमन ट्रैफिकिंग और इलीगल माइग्रेशन के खिलाफ एकजुट होकर काम करेगी. തായ്ലൻഡിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ആശംസിച്ചു. വഖഫ് ഭേദഗതി ബിൽ 2025 സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. സംയുക്ത പാർലമെന്ററി സമിതിയുമായി വിശദമായ കൂടിയാലോചന നടത്തിയ ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്നും വഖഫ് സ്വത്തുക്കളുടെ സുതാര്യത ഉറപ്പാക്കുകയാണ് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. വഖഫ് ബോർഡുകളിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ബില്ലിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. जब हम ये वक्त संशोधन बिल लेके आए और जेपीसी बनाया, उससे पहले हमारे अल्पसंख्यक मामलों का मंत्रालय ने व्यापक रूप से देश भर में जितने स्टेक होल्डर्स हैं, राज्य सरकारों से, माइनॉरिटी कमीशंस होते हैं स्टेट में, वक्फ बोर्ड होते हैं और वहाँ के ऑफिसर्स और इंटेलेक्चुअल कम्युनिटी से, धार्मिक संस्थाओं में जो लोग प्रतिनिधि करते हैं, कई लोगों से बातचीत करने के बाद ये बिल तैयार करके हमने पार्लियामेंट में पेश किया. അതേസമയം കോൺഗ്രസ്, CPIM, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ ബില്ലിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം വഖഫ് ബിൽ ഇന്ന് പുലർച്ചെ ലോക്സഭ പാസാക്കിയിരുന്നു. 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചും 232 പേർ എതിർത്തും വോട്ട് ചെയ്തു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ DMK സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 27-ന് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ബില്ലിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗും ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സാധിക്കുമെന്ന വാദം ശരിയല്ലെന്ന് നിയമമന്ത്രി P. രാജീവ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം മധുരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ പാസായാൽ മുനമ്പം ഭൂമി വിഷയം പരിഹരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയമാണ് പാർലമെന്റിലെ വഖഫ് ചർച്ചയിൽ കണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ BJP MP അനുരാഗ് സിംഗ് ഠാക്കൂർ ഉന്നയിച്ച ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്നലെ ലോക്സഭയിൽ നടത്തിയ പരാമർശങ്ങളിൽ ശ്രീ താക്കൂർ മാപ്പ് പറയണമെന്നും ഖർഗെ ആവശ്യപ്പെട്ടു. എന്നാൽ സഭയിൽ നിന്നും നീക്കം ചെയ്ത കാര്യങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ ക്ഷണിക്കേണ്ടതില്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ പറഞ്ഞു.
ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി രാജ്യത്ത് 100 പരിശോധനാ ലാബുകൾ കൂടി നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഭക്ഷ്യഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ 2000-ലധികം പേർക്കെതിരെ കഴിഞ്ഞ 2 വർഷത്തിനിടെ സർക്കാർ നടപടി സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. നിലവിലെ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ ചെറുക്കാൻ ഇന്ത്യൻ സായുധ സേന സജ്ജരായിരിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി മേഖലകളിലെ സൈനികരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷാ സാഹചര്യം, അതിർത്തി പ്രശ്നം, സുരക്ഷാ സേന നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയായി. ആശാപ്രവർത്തകരുടെ വേതന പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കമ്മീഷനെ നിയോഗിക്കുമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് സംസ്ഥാന സർക്കാർ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശാവർക്കർമാരും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് സർക്കാർ ഇക്കാര്യം നിർദ്ദേശിച്ചത്. CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ നിർദ്ദേശം അംഗീകരിച്ചെങ്കിലും ആശമാർ നിർദ്ദേശം അംഗീകരിച്ചില്ല. അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നാണ് സൂചന. അതേസമയം ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശാപ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ആശമാരുടെ ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിൽ നോമിനേഷൻ പുതുക്കലിന് ഈടാക്കിയിരുന്ന ചാർജുകൾ പിൻവലിച്ചതായി ധനകാര്യ മന്ത്രാലയം. ഇതിനായി ഗവൺമെന്റ് സേവിംഗ്സ് പ്രൊമോഷൻ ജനറൽ റൂൾസ് 2018 വരുത്തിയ മാറ്റങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. നോമിനേഷൻ റദ്ദാക്കലിനും മാറ്റത്തിനും 50 രൂപ ഫീസാണ് ഈടാക്കിയിരുന്നത്. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2ാം പതിപ്പിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള 3000-ലധികം സ്റ്റാർട്ടപ്പുകളാണ് 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 16 സ്റ്റാർട്ടപ്പുകളും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2ാം സെമിയിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടുന്നു. ആദ്യ സെമിയിൽ ഇന്നലെ FC ഗോവയെ ബംഗളൂരു FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി അർജന്റീന. ഫ്രാൻസിനെ മറികടന്ന് സ്പെയിൻ 2ാം സ്ഥാനത്തെത്തി. ഫ്രാൻസ് 3ാം സ്ഥാനത്തും ബ്രസീൽ 5ാമതുമാണ്. ഇന്ത്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ 26% പകരം തീരുവയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. തീരുവ സംബന്ധിച്ച പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതികൾക്ക് 10 മുതൽ 50% വരെ അധിക മൂല്യവർദ്ധിത തീരുവയാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത്. ഇന്ത്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ പകരം തീരുവ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കൃഷി, വ്യവസായം, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ വിവിധ മേഖലകളെ തീരുവ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പ്രശ്നങ്ങളും ശ്രീ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 322 പോയിന്റ് നഷ്ടത്തിൽ 76,295-ലും നിഫ്റ്റി 82 പോയിന്റ് നഷ്ടത്തിൽ 23,250-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക പകരം ചുങ്കം പ്രഖ്യാപിച്ചതിന്റെ പ്രതിഫലനം വിപണികളിൽ ദൃശ്യമാകുന്നതായാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആൻഡമാൻ നിക്കോബാർ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, കേരളം, മാഹി, കർണാടക എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും തായ്ലൻഡും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ. കേരളത്തിൽ ആശാപ്രവർത്തകരുടെ വേതന പരിഷ്കരണം പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്ന് സംസ്ഥാന സർക്കാർ. നിർദ്ദേശം തള്ളി ആശാപ്രവർത്തകർ. ഇന്ത്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ പകരം തീരുവയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. ISL 2ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.